ഞാനിന്ന് ചക്ക നിറച്ചതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചക്ക സീസണിൽ എല്ലാവർക്കും നല്ല ചക്ക കിട്ടും. പാകത്തിന് പഴുത്ത ചക്കയാണ് ഉപയോഗിക്കുക. നല്ല പഴുത്തതാണെങ്കിൽ എണ്ണ കുടിക്കുകയുള്ളൂ. ചക്കച്ചോളം നല്ല വൃത്തിയാക്കിയതിന് ശേഷം കത്തി ചെറുതായിട്ട് വരഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലത്തെ കുരു മാറ്റി വെക്കുക. അതിൻ്റെ ഫുള്ളും എല്ലാ ചോളയും അങ്ങനെ മാറ്റി വെക്കണം. ഒരു പാത്രത്തിൽ അതിലേക്ക് 4 ടീസ്പൂൺ അരിപ്പൊടി, 1 ടീസ്പൂൺ മൈദ, ഏലക്കപ്പൊടി, 1 നുള്ളു ഉപ്പ്, മധുരത്തിന് ആവശ്യമായ പഞ്ചസാര. പിന്നെ ഞാൻ ഇതിൽ എള്ള് ചേർക്കുന്നുണ്ട്. എള്ള് കഴുകി നല്ല വൃത്തിയായതിന് ശേഷം അത് പിന്നെ വെള്ളം ഒഴിച്ചിട്ട് ദോശമാവിൻ്റെ പരുവത്തിലാണ് ഇത് കലക്കി വെക്കേണ്ടത്. അങ്ങനെ 5-10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അപ്പോഴേക്കും ചക്കയിൽ ഇതിൻ്റെ ഉള്ളിൽ നിറക്കാനുള്ള പൊടികൾ ഉണ്ടാക്കണം. ബദാം, കാഷ്നട്ട്, അവൽ, പഞ്ചസാര, ഏലക്ക ഇതൊക്കെ നെയ്യിൽ വറുത്തിട്ട് മിക്സിയിൽ ക്രഷ് ചെയ്ത് മാറ്റി വെക്കണം. 3-4 ഈത്തപ്പഴം എടുക്കുക. അതിനെ ഒന്നിനെ ഒരു 3 പീസാക്കി അങ്ങനെ അതും മാറ്റി വെക്കണം. ചക്ക എടുത്ത് അതിൽ ആദ്യം നാളികേരം, പിന്നെ ഈത്തപ്പഴം, പിന്നെ ക്രഷ് ചെയ്ത പൊടി ഇതൊക്കെ നിറച്ചിട്ട് എല്ലാം മാറ്റി നിറച്ച് വെച്ചതിന് ശേഷം ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ഞാൻ വെളിച്ചെണ്ണയിലാണ് ഇത് ഉണ്ടാക്കുന്നത്. നല്ലപോലെ ചൂടായതിന് ശേഷം ഇത് മാവ് മുക്കി നിറച്ചത് മാവിൽ മുക്കിയിട്ട് അതിലേക്ക് ഇട്ട് പൊരിച്ചെടുക്കണം. നല്ല മണമാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഇഷ്ടപ്പെടും. നല്ല ക്രിസ്പി ആയിട്ടാണ് ഇത് കിട്ടുന്നത്. വെളിച്ചെണ്ണൻ്റെയും എള്ളിൻ്റെയും പൊരിച്ചിക്കുമ്പോൾ വെളിച്ചെണ്ണൻ്റെയും എള്ളിൻ്റെയും നല്ല മണമുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഏതായാലും നിങ്ങളിതുപോലെ ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങൾ പറയണം കേട്ടോ, മറക്കരുതേ.